ആരെ വിഡ്ഢിയാക്കാനാണ് ഈ 4.5 വർഷം സർക്കാർ സിനിമാ മേഖല ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു അല്ലേ? ഇത് ആരെ മണ്ടരാക്കാനാണ്? നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല, ഇവിടെ ഗവൺമെന്റിന് നടപടികൾ എടുക്കാനാണ്, പോലീസിന് നടപടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? നിരീക്ഷിച്ചല്ലോ. എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? 4.5 വർഷം നിരീക്ഷിക്കാൻ വേണമായിരുന്നു. അല്ല, ഇവിടെ വനിതാ കമ്മീഷൻ എടുക്കുന്ന ഒരു ഉത്തരവിട്ടു. ടോയ്ലറ്റ് വേണം, സൗകര്യങ്ങൾ വേണം, ഡ്രസ് മാറാനുള്ള സൗകര്യം കണ്ടില്ലേ? ഇത് പറഞ്ഞത് എപ്പോഴാ? ഇത് എപ്പോഴാ പറഞ്ഞത്? ഇനി ഇത്തിരി ഒന്ന് അടങ്ങ്. അബദ്ധം മാത്രം. ഈ RJD എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു ഗതികേട് നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരെ താങ്ങി നടക്കുന്നത്. അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എനിക്കെതിരെ പറഞ്ഞ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കേൾക്കുന്നവരും മറുപടി പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുന്നതനുസരിച്ച് മന്ത്രിസ്ഥാനത്തേക്കാൾ വലുതാണ് MLA സ്ഥാനം. മന്ത്രിയാണ് ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരൻ. പിന്നെ നിങ്ങൾക്ക് നിയമത്തിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് കേട്ടാൽ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട ഒരു കുറ്റത്തിൽ മന്ത്രിക്ക് ഒരു പിന്നെ റിഡ്രസല്, പിന്നെ MLA ഇത് ഞാൻ ചോദിക്കുന്ന സുഹൃത്തെ, നിങ്ങളൊരു പാർട്ടിയുടെ എന്തോ ഭാരവാഹിയാന്നല്ലേ പറയുന്നത്? ആ പാർട്ടിക്കെങ്കിലും ഒരു നിലയും വിലയും വേണ്ടേ? ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ മന്ത്രിയാണെങ്കിൽ ഒരു കുറ്റം, MLA എന്തൊരു വിവരം കെട്ട വർത്താനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? മിണ്ടരുത്. ഞാൻ പറഞ്ഞ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ മുഴുവൻ ഈ ദേശീയ നേതാവ് പറഞ്ഞത് ഞാൻ കേട്ടോണ്ടിരില്ല. ഇനി ദേശീയ നേതാവ് 2 മിനിറ്റ് മിണ്ടാതെ അവിടെ ഇരിക്കണം. ഇത്രയും നേരം എന്നെ വ്യക്തിപരമായി പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്നു. ഞാനിപ്പോഴും ഈ ദേശീയ ഞാൻ നിർത്തണം. ഞാനിപ്പോഴും ഈ ദേശീയ നേതാവിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഈ ദേശീയ നേതാവ് പറയുന്ന കാര്യങ്ങൾ ആ നേതാവിന്റെ പാർട്ടിക്ക് ദോഷമാണ്. ആ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അപഹസിക്കപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞ എന്താണ്? 2019 ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു, 24 വരെ നിരീക്ഷിക്കണം. എന്റെ പൊന്നും അടവൂരെ, ഇങ്ങനെ തൊഴാനാണ് എനിക്ക് തോന്നുന്നത്. കയ്യിൽ കിട്ടിയത് മുതൽ ഈ രംഗത്ത് ഗവൺമെന്റിന്റെ ഇടപെടലുണ്ട്. അത് പിണറായി വിജയൻ പോലും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടു. അത് എവിടുത്തെ ഇടപെടലായിരുന്നു എന്നുള്ളത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ 2 പാനലിസ്റ്റും കണ്ടിട്ടില്ല, രോഹിണിയും കണ്ടിട്ടില്ല, ഒരു നാട്ടുകാരും കണ്ടിട്ടില്ല. നിങ്ങളിത് എവിടെയാണ് സുഹൃത്തെ കണ്ടത്? നിങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയോ? നിങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവി, നിങ്ങൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇനി ചാനലിൽ പോയിരുന്നു വിളിച്ചു പറയരുത്. പിണറായി വിജയൻ പോലും സഹിക്കില്ല. കാരണം നിങ്ങളൊരു ഞാൻ മണ്ടത്തരം പറഞ്ഞാൽ മനസ്സിലാക്കാൻ, കാരണം ഞാനൊരു വ്യക്തിയാണ്, നിങ്ങളൊരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. ആ പാർട്ടിയുടെ തുല്യുരിഞ്ഞു പോകും. ഇതുപോലുള്ള മണ്ടത്തരം പറഞ്ഞാൽ ആ പാർട്ടിയുടെ തുല്യുരിഞ്ഞു പോകും. അബദ്ധം പഞ്ചാംഗമാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നതിന്റെ നാണക്കേട്, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രേയംസ് കുമാറിനാണ്. നിങ്ങൾക്കല്ല, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ശ്രേയംസ് കുമാറാണ് തുണി ഉരിഞ്ഞു പോകുന്നത്. ആ പാർട്ടിയാണ് അതുകൊണ്ട് വിവരക്കേട് പറയുന്നത്. ഇനി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചാനൽ ചർച്ചയ്ക്കും ദയവായി നിങ്ങൾ പോകരുത്. ശ്രീ സലിമടവൂർ, ഒരു നേട്ടം നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക. നിങ്ങൾ ഇനി ഹേമ കമ്മിറ്റിയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരിടത്തും പോകരുത്. നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. അതിനു മുൻപ് ശ്രീ സലിമടവൂർ, ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം CPI വ്യക്തമാക്കി കഴിഞ്ഞു, മുകേഷ് തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം എന്നുള്ളത്. അത്തരമൊരു ആർജവമെങ്കിലും ഈ ഘടകകക്ഷികൾക്ക് ഉണ്ടാകുമോ? സർക്കാരിന്റെ പൊതുനയമല്ല ചോദിക്കുന്നത്, ഘടകകക്ഷി എന്നുള്ള രീതിയിൽ. അതെ, ഘടകകക്ഷി എന്നുള്ള രീതിയിൽ ഈ ഒരു ജനപ്രതിനിധിയോട് മാറി നിന്ന് അന്വേഷണം നേരിടാൻ പറയാനുള്ള ആർജവം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ നിങ്ങൾക്ക് ഉണ്ടാകുമോ?
അല്ല, ജനപ്രതിനിധി സ്ഥാനത്ത് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിൽ എത്രയോ അതല്ല ഇന്ത്യയുടെ ചരിത്രമല്ല ചോദിക്കുന്നത്. CPI അവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. CPIയുടെ പ്രമുഖ നേതാവ് ആനി രാജ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞു, ഇത്രയും ആരോപണ വിധേയനായ ഒരു MLA. നിലവിലെ ഒരു ശരി, അതിനുള്ള നിലപാട് തിരികെ എത്താം. താങ്കൾക്ക് നിലപാടില്ല എന്നുള്ളത്, ആ കാര്യത്തിൽ നിലപാടില്ല എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്.